നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. രാമായണ മാസമാണ്. നായർ സംഗമം കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി എന്നെ ക്ഷണിക്കാറുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളും രാമായണവും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇപ്രാവശ്യവും പ്രഭാഷണം വേണം എന്ന് പറഞ്ഞ സമയത്ത് വിഷയം ചോദിച്ചു, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അധ്യക്ഷനായിട്ടുള്ള പാഞ്ചജന്യം ഭാരതം ജനം ടി വിയുമായിട്ട് സംഘടിപ്പിച്ചിട്ട് 6:30 മുതൽ 7 മണി വരെ രാമായണം ആചരിക്കുന്നുണ്ട്. അതിൽ പാരായണവും പ്രഭാഷണവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 30 ദിവസം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ പറയുന്ന രാമായണത്തിൻ്റെ കഥകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കേട്ടാൽ എന്താണ് പറയേണ്ടത് എന്ന് രാധാകൃഷ്ണൻജി ചോദിച്ച സമയത്ത് ആ സമയത്ത് തോന്നുന്നത് പറയാമെന്ന് പറഞ്ഞു. കാരണം ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലരും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് പെട്ടെന്ന് മനസ്സിൽ വന്നത് നമ്മളിതെന്തിനാണ് ആചരിക്കുന്നത് എന്നുള്ള ചിന്ത. വളരെ തത്വചിന്താപരമായിട്ടുള്ള വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്തിനാണ് ഭാരതത്തിൻ്റെ ആത്മാവിനെ അറിയാൻ, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അറിയാൻ, ധർമ്മബോധത്തെ അറിയാൻ, വേണമെങ്കിൽ ആത്മീയമായ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു രാമായണത്തോളം ഉതകുന്ന മറ്റൊരു ഗ്രന്ഥം ഉണ്ടാവില്ല എന്ന്. ധർമ്മ സങ്കല്പത്തെ, ധർമ്മബോധത്തെ, ഭാവം അനുഭൂതിയായാലും ആന്തരികമായ അർത്ഥമായാലും ദർശനമായാലും ആത്മീയമായ അനുഭവമായാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വായനയിലൂടെയും പ്രഭാഷണങ്ങളുടെ ചൊല്ലുകളുടെ ഉള്ളിലൂടെയൊക്കെ പോയിക്കൊണ്ടാണ്. രാധാകൃഷ്ണൻജി പറഞ്ഞതുപോലെ എൻ്റെ ബാക്കിയുള്ള ഒരു കഴിവും എനിക്ക് രാമായണത്തെക്കുറിച്ച് പറയാനുള്ള ഒരു എലിജിബിലിറ്റി തരുന്നില്ല. ഞാൻ സയൻറ്റിഫിക്കായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടോ അതൊന്നും രാമായണത്തെക്കുറിച്ച് പറയാനുള്ള കഴിവല്ല. രാമായണത്തെക്കുറിച്ചോ മഹാഭാരതത്തെക്കുറിച്ചോ ഭഗവത്ഗീതയെ കുറിച്ചോ പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ്. കാരണം സംസ്കൃതം അറിയാത്ത ഒരാളാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് എന്താ അറിയാം, വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ സംസ്കൃതം അറിയാമെന്ന് പറഞ്ഞാൽ എന്താ പറ്റുക? സംസ്കൃതം ലിറ്ററേച്ചർ വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സംസ്കൃത ഭാഷ എന്ന് പറയുന്ന ആളല്ല. ഭാഷാ പാണ്ഡിത്യമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് വായിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതുപോലെ പറയാനോ മനസ്സിലാക്കാനോ സാധിക്കുമോ എന്നുള്ള ചോദ്യമേ വേണ്ടു. പണ്ഡിതന്മാർ കുറേ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ആ പണ്ഡിതന്മാർ പറയുമ്പോൾ പലർക്കും മനസ്സിലാവാത്തതിന് കാരണം പാണ്ഡിത്യം നമുക്കില്ലാത്തതുകൊണ്ടാവും തോന്നാറുണ്ടെങ്കിൽ. അപ്പോൾ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വിവരദോഷം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിവരമുള്ളവരൊക്കെ എനിക്കറിവില്ല എന്ന് എന്നോട് നേരിട്ട് പറയാറുമുണ്ട്. ഞാനത് സമ്മതിച്ചു കൊടുക്കാറുണ്ട്. കാരണം തെറ്റുമ്പോൾ ചൊല്ലുമ്പോഴൊക്കെ തെറ്റുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീത പറയുമ്പോൾ ചൊല്ലുന്ന കുട്ടി തെറ്റാ ചൊല്ലുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ട്. അതിലൊന്നും എനിക്ക് പരിഭവമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയുന്നത് LKG പഠിപ്പിക്കുമ്പോൾ LKG മാഷുടെ വിവരം പ്രൊഫസറുടെ വിവരം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഞാനിതിലൊരു LKG പയ്യനാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഭാരതത്തെ നോക്കിക്കാണാനും ഭാരതത്തിൻ്റെ യുവതകൾക്ക് ഇത് പരിചയപ്പെടുത്താനും LKGയിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്നെക്കാളും ഇതിലൊക്കെ പ്രാവീണ്യവരിലാണെന്ന് അറിയാം എനിക്ക്. എന്താണ് ഭാവം, എന്താണ് അനുഭൂതി, എന്താണ് ആന്തരികമായ അർത്ഥം, എന്താണ് ദർശനം, എന്താണ് ആത്മീയമായ അനുഭവം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആ ഭാവം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഭാരതത്തിൻ്റെ ഭാവാത്മകത മനസ്സിലാക്കാൻ ഭാഷക്കതീതമായ ചിന്തകൾ നമുക്കുണ്ടാവണമെന്നാണ് പറയാം. അതുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന മഹത് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രാമായണം തന്നെയാണ്. അപ്പം എനിക്ക് പറയാൻ തോന്നുന്നത്, ഞാൻ ഓൾറെഡി പാഞ്ചജന്യത്തിൽ ജനം ടി വിയിൽ പറഞ്ഞു പോയതുകൊണ്ട് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നാലും
ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് മാനിഷാദ എന്ന് പറഞ്ഞാൽ അരുത് കാട്ടാള എന്നാണ്. പക്ഷേ വാത്മീകിയോ വ്യാസനോ ആരും തന്നെ ഒരു കവിതയും നെഗറ്റീവായിട്ട് തുടങ്ങാറില്ല. അരുത് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിൽ മാ എന്നുള്ളതിന് അമ്മ എന്ന അർത്ഥവും നിഷാദ എന്നുള്ളതിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള അർത്ഥവും എടുക്കാം. എന്തുകൊണ്ടാണ് അതില്ലാത്തതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ മിക്കവാറും അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നാണ്. കാരണം ഇംഗ്ലീഷിൽ മിക്കവാറും അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ കൃഷ്ണൻ അർജുനനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ബോണ്ടേജ് എന്നുള്ള വാക്കാണ്. ബന്ധനം എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അറ്റാച്ച്മെൻ്റ് എന്ന് പേര് വന്നു പോകും. അത് ഏതോ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് അർത്ഥം പലപ്പോഴും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതും പറഞ്ഞറിഞ്ഞിട്ടുള്ളതും മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, രാമൻ എന്നുള്ളതിന് ധർമ്മം എന്ന് വേണമെങ്കിൽ അർത്ഥം തന്നെ പറയാം. സീത എന്നുള്ളതിന് ഭൂമിദേവിയാണ്, അതിനെ പരിശുദ്ധമാക്കുന്നതാണ്. അഗ്നിയാണ് ഏറ്റവും നല്ല പഞ്ചഭൂതങ്ങളിൽ ശുദ്ധമാക്കാൻ സാധിക്കുന്നത് എന്നാണ്. വെള്ളം ശുദ്ധമാക്കാൻ സാധിക്കും, പക്ഷെ നമ്മൾ കൈ കഴുകിയാൽ വെള്ളത്തിൽ അഴുക്ക് പോകും. അഗ്നിയുടെ ഗുണം എന്താ വെച്ചാൽ, അഗ്നിയിൽ പെട്ടാൽ അഗ്നിക്ക് ഒരു അശുദ്ധം ഉണ്ടാവില്ല. വെള്ളത്തിൽ കഴുകിയാൽ വെള്ളത്തിന് അശുദ്ധമാവും. അപ്പോൾ ഏതാണോ പഞ്ചഭൂതം, ആ പഞ്ചഭൂതം അശുദ്ധമാക്കപ്പെടും. ഇപ്പോൾ കാറ്റടിച്ചിട്ട് നമുക്കൊരു സ്ഥലം ക്ലീനാക്കാം. ആ സ്ഥലം ക്ലീനാക്കുമ്പോൾ ഈ എയർ ഡ്രയറും അല്ലെങ്കിൽ വാക്വം ക്ലീനറൊക്കെ അതാ ചെയ്യണത്. കാറ്റ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുക. പക്ഷെ അത് വേറൊരു സ്ഥലത്തേക്ക് അതിന് നിക്ഷേപിക്കപ്പെടും. അഗ്നി അങ്ങനെയല്ല. അഗ്നി അതിനെ മുകളിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭൂമിയിൽ നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭൂമിയെ പരിശുദ്ധമാക്കുന്നതാണ് രാമൻ എന്ന സൂര്യൻ എന്ന് പറയാം. അതിൽ എത്രത്തോളം അതിനെ നല്ലപോലെ നമ്മൾ തീ വരുന്ന സമയത്ത് അതിനെ ഒന്ന് ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് കാറ്റടിക്കുക ചെയ്യാം. ആ കാറ്റാണ് ഹനുമാൻ. അപ്പോൾ സൂര്യൻ്റെ പ്രഭ സീതയിലേക്ക് എത്തിക്കണമെങ്കിൽ ഹനുമാൻ വേണം എന്നുള്ള ഒരു തത്വം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് രാവണൻ? ഇതിനെയൊക്കെ മറുത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി നിൽക്കുന്ന രാവണൻ എന്ന് പറയുന്നത് കാർമേഘമാണ്. ആ കാർമേഘത്തെ മാറ്റാനും കാറ്റിന് സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വിവേകശാലി അർജുനൻ എന്ന ആശയക്കുഴപ്പത്തെ മാറ്റിയതുപോലെ നമ്മൾ മനസ്സിലേക്ക് എങ്ങനെയാണോ ഭഗവത്ഗീതയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്, അതുപോലെ ഈ ഭൂമിയിലേക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് രാമായണത്തിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ രാവണനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ സൂര്യൻ നല്ലപോലെ പ്രകാശിക്കുന്ന സമയത്ത് കാർമേഘങ്ങൾ വിഘടിച്ചു പോയി നഷ്ടമാവുന്നത് പോലെ, അതിൽ എന്തിനാ 10 തലയാക്കുന്നത്? 1000 തലയുള്ള കാർമേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനെയൊക്കെ ചിന്നിച്ചെതറി കളയാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു യുഗം എന്ന് പറയുന്നത് ഓരോ യുഗത്തിലും, ഞാനിപ്പോൾ 2 കഥയാണ് പറയുന്നത്, അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും നടന്നിട്ടുള്ള കഥകൾ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള സംശയം, നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സംശയം ഒന്നാലോചിച്ചാൽ പലപ്പോഴും ആർക്കും ഉണ്ടാവുന്നതാണ്. ഈ അവതാരങ്ങളുടെ കഥയാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. അത് കൃഷ്ണനായാലും രാമനായാലും. ഇപ്പം രാമൻ്റെ കഥ പറയാൻ 1 മാസം നമുക്കുണ്ട്. കൃഷ്ണൻ്റെ കഥ എപ്പോഴും പറയാമെന്നാണ്. ഒരു മാസമായിട്ടല്ല, 12 മാസവും പറയാം, അല്ലെങ്കിൽ 13 മാസവും പറയാം. ഒരു അധിക മാസമുണ്ട്, ചന്ദ്രമാസം. അപ്പോൾ ഭാവാത്മകമായ ഭാരതത്തിൻ്റെ കഥകൾ പറയുമ്പോൾ ദശാവതാരത്തിൻ്റെ പരിണാമത്തിൻ്റെ അന്തർധാരയിലൂടെയൊക്കെ നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് കടന്നു നോക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള സംശയം ഇതാണ്. നമ്മൾ ത്രേതായുഗം രാമനും, ദ്വാപരയുഗം കൃഷ്ണനും, കലിയുഗം നമ്മുടെ കാലവും. അപ്പോൾ ഈ അതിനു മുമ്പുള്ള മത്സ്യക്കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, അവർക്കൊക്കെ ഏതൊക്കെ കാലമായിരുന്നു എന്ന്. കാരണം കാലം 4 ഉള്ളൂ. കലികാലവും ദ്വാപരയുഗവും ത്രേതായുഗവും. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പം മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും വാമനവും
വാമനൻ ത്രേതായുഗത്തിലാണ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹം ഇത് സത്യയുഗത്തിലാണ്. കാരണം അത് കാട്ടിലും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മനുഷ്യൻ്റെ രൂപം വരുമ്പോഴാണ് ത്രേതായുഗം വരുന്നത്. അതിൽ വാമനൻ തുടക്കം. അല്ലെങ്കിലും നമ്മുടെ പൂർവികന്മാരെയും നമ്മളെയും നോക്കിയാൽ നമ്മളെ പൂർവികന്മാർക്ക് ഹൈറ്റ് കുറവായിരുന്നു. മലമ്പ്രദേശത്ത് നടക്കുന്നവർക്കൊക്കെ ഹൈറ്റ് കുറയും. ടിബറ്റിലും ജപ്പാനിലും ഒക്കെ നോക്കിയാൽ ആൾക്കാർക്ക് ഹൈറ്റ് കുറവാണ്. ഡെവലപ്പ് ചെയ്ത ലോകത്തുള്ള അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നോക്കിയാൽ ഹൈറ്റ് കൂടുതലുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം നോക്കുമ്പോൾ വാമനന് ഹൈറ്റ് കുറയുകയും പരശുരാമൻ കുറച്ചുകൂടി, പക്ഷേ പൂർണ്ണമായിട്ടും സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന തരത്തിലൊന്നും ആയിരുന്നില്ല. വരജട വിവിധക്ഷമാല മന്ദോൽമരപുരി ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കാറ്. സർവശരീരഭസ്മലേപം എന്നാണ്, പൂർണ്ണമായിട്ടും ഭസ്മൊക്കെ ധരിച്ചിട്ടാണ് പരശുരാമൻ. അദ്ദേഹവും ത്രേതായുഗത്തിൽ തന്നെയാണ്. പക്ഷേ പിന്നെയുള്ള യുഗങ്ങളിലും വരാറുണ്ട് ഇടക്കിടക്ക് എന്ന് മാത്രം. രാമൻ ത്രേതായുഗത്തിലാണ് പൂർണ്ണമായിട്ടും. കൃഷ്ണൻ ദ്വാപരയുഗത്തിലും വരാൻ പോകുന്നതോ വന്നതോ ആയ കൽക്കിയാണ് നമ്മുടെ കാലത്ത് വന്ന പറയാം. ഇത് വളരെ ലളിതവൽക്കരിച്ച് പറയുന്നതിന് പകരം ഈ ധാർമ്മികമായ പൊതുവായ യുഗബന്ധങ്ങളും അവതാരങ്ങളും തമ്മിലുള്ള ബന്ധം ചിന്തിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓരോ മന്വന്തരങ്ങളും അനേകം സംഭവങ്ങളും, ഓരോ കൽപ്പത്തിലും അനേകം യുഗചക്രങ്ങളും പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല തരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും കൃത്യമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളതല്ല. ഇൻ്റർപ്രിട്ടേഷനോ കഥകളിലോ ആരെങ്കിലും പ്രഭാഷണങ്ങളിലോ ഗുരുവിൽ നിന്നോ ഒക്കെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ യുഗചക്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മത്സ്യക്കൂർമ്മ വരാഹം. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടാവാന്നർത്ഥം. ഒരു യുഗത്തിലല്ല. ഓരോ യുഗങ്ങൾ ഇന്ന് മന്വന്തരങ്ങൾ വരുമ്പോൾ 27 പ്രാവശ്യം കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ടാവും, 77 പ്രാവശ്യം രാമനും ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളീ പറയുന്നത് ഈ ദ്വാപരയുഗത്തിൽ, ഈ ത്രേതായുഗത്തിൽ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള പുരാണ ചക്രങ്ങളിൽ നമ്മൾ ഇത് കേൾക്കാനും, നമ്മളെപ്പോലെ വേറെ ഏതോ ഒരു കലികാലത്ത് വേറെ ആരൊക്കെയോ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറേ പ്രാവശ്യം കേട്ടിട്ടായിരിക്കും ചിലപ്പം നമുക്കൊക്കെ ഇത് മുഖതാവിൽ കേൾക്കാനോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് കേൾക്കാനോ ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കഥകളിൽ ചിലരൊക്കെ വിശ്വസിക്കുന്നത് ബുദ്ധനാണ് കലിയുഗത്തിൽ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് ബുദ്ധൻ കൃഷ്ണൻ്റെ കഥ കേൾക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫോളോവറായിട്ടേ ഉണ്ടാവുള്ളൂ, ഭഗവാനാവില്ല എന്ന് പറയാറുണ്ട്. പലരും ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞും ഞാനാണ് ഗുരുവാണ്, ഞാനാണ് യോഗി, ഞാനാണ് യോഗ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പഠിക്കാത്തതുകൊണ്ടായിരിക്കും തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ പരശുരാമനും രാമനും ഒരേ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ സംവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കാണാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ ഭീമൻ്റെ കാലത്തും പരശുരാമൻ്റെ കേൾക്കാം നമുക്ക്. അല്ലെങ്കിൽ ബലരാമൻ്റെ ഗുരുവാണ് പരശുരാമൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മഹാഭാരതത്തിലും രാമൻ്റെ കാലത്തും വിവാഹ സമയത്ത് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭീഷ്മനും ദ്രോണനും കർണനും ഗുരുക്കന്മാരാണ്. അവരുടെയൊക്കെ ഗുരുവായിട്ട് പലരെയും നമുക്ക് കാണാൻ സാധിക്കും പല കാലങ്ങളിലായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള കാര്യം എന്താണെന്ന്. ഏത് കാലത്ത് ആരുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഫലം, എന്താണ് ഗുണം? ആദ്യം മനസ്സിലാക്കേണ്ടത് മണ്ണിനടിയിലോ ഒളിച്ചിരുന്നിട്ടോ ഒക്കെയാണ്. അതിനു മുമ്പ് വെള്ളത്തിലാണ്. എല്ലാ ജീവനും തുടങ്ങുന്ന വെള്ളത്തിലാണ്. അപ്പോൾ മത്സ്യം ജലജീവിയാണ്, പിന്നെ കൂർമ്മമാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ട്രാൻസ്ഫർമേഷൻ. പണ്ട് ആന വെള്ളത്തിൽ ജീവിക്കുന്നൊരു ജീവിയായിരുന്നു, അതുകൊണ്ടാണ് ആനയ്ക്ക് നല്ലപോലെ നീന്താൻ പറ്റുന്നത്. ഇപ്പോഴും ആന മത്സ്യം തിന്നുന്നൊരു ജീവിയായിരുന്നു എന്ന് പറയാറുണ്ട്. പിന്നെയാണ് കരയിലേക്ക് വന്നിട്ടിപ്പം ഇലകളൊക്കെ പറിച്ചു തിന്നുന്നത്. ഇനി കുറേ കാലം കഴിയുമ്പോൾ അത് നോൺ വെജ് ആയിക്കൂടാതൊന്നുമില്ല ആന. അങ്ങനെ ആവാം. കാരണം ഇപ്പം ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ അരി മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ അല്ലേ. പണ്ട് ആന അങ്ങനെ അരി തപ്പി നടക്കാറില്ല. ഇപ്പോൾ റേഷൻ ഷോപ്പിലൊക്കെ പോകേണ്ട ഗതി വന്നിട്ടുണ്ട് ആനയ്ക്കുന്നത്. അപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന കൂർമ്മ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയെ ഉയർത്താൻ സാധിക്കുന്ന വരാഹം എന്ന് പറയുന്ന, അപ്പോൾ ഭൂമി എന്ന് പറയുന്ന സങ്കല്പം പോലും ഉരുണ്ടതാണ് എന്നുള്ള സങ്കല്പം അതുപോലും വരാഹത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, മെഗല്ലനാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ അതിന് എത്രയോ കാലം മുമ്പ് ഭാരതത്തിൽ പുരാണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നറിയണം. പുരാണവും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം, പുരാണം ആരോ എവിടെയോ പറഞ്ഞത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതിഹാസം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നു എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവിന് അതിലൊരു പാത്രമായി മാറുമ്പോഴാണ്. ഗ്രന്ഥകർത്താവും കൂടി ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ചുറ്റും നടക്കുന്ന കഥകൾ പറയുമ്പോൾ
അത് ഇതിഹാസമായി ഇവിടെ നടക്കുന്ന കഥയായി മാറും. നരസിംഹം എന്ന് പറയുന്നത് ആ കാലത്തൊന്നും എഴുതപ്പെട്ടിട്ടുള്ളതല്ല എന്നർത്ഥം. ഇതൊക്കെ പുരാണത്തിലാണ്. ഇതിഹാസം വരുന്നത് അതിനുശേഷമാണ്. രാമായണവും മഹാഭാരതവും ഇതിഹാസം വരില്ല. കാരണം മൃഗത്തിൻ്റെ രൂപത്തിൽ ആരും എഴുതിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ. അത് മൃഗങ്ങളുടെ കാലവും സത്യയുഗത്തിലൊന്നും അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നരസിംഹം എന്ന് പറയുന്നതൊക്കെ പുരാണത്തിൽ വരുന്നതാണ്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരു വികാരങ്ങളും വിവേകങ്ങളും ഒക്കെ ഏറ്റുമുട്ടുന്ന കഥകളായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ പറ്റും. പിന്നെ വാമനൻ ചെറിയ അറിവ് വളർന്നു വരുന്നേ ഉള്ളൂ. അത് ചെറുപ്പം എന്ന് പറയുന്ന സമയത്ത് ചെറിയ ആളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ രൂപം മാത്രമല്ല, അറിവിൻ്റെ കാര്യത്തിലും വിനയത്തിൻ്റെ കാര്യത്തിലും അറിവ് കൂടുമ്പോഴാണ് ചിലപ്പം വിനയില്ലാണ്ടാവുക. വിസ്ഡം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ടൊരു ഗ്രാഫ് വരച്ചാൽ ചിലപ്പോൾ ഒത്തുപോയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ വിനയം നല്ലപോലെ വാമനൻ. പരശുരാമൻ എന്ന് പറയുന്ന അധർമ്മത്തിനെ, അപ്പോൾ അധർമ്മം തുടങ്ങിയെന്നർത്ഥം. അവിടെ ഒരു അധർമ്മം ഉണ്ടായിരുന്നില്ല. ഏത് കാലത്താണ് അധർമ്മം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സത്യയുഗത്തിലില്ല. അതുകൊണ്ടാണ് പരശുരാമൻ ത്രേതായുഗത്തിലാണെന്ന് പറയുന്നത്. അവിടെ അധർമ്മത്തിനെതിരെ ശക്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ വന്നത്. അപ്പം രാമൻ ഉണ്ടാകുന്ന സമയത്തിനേക്കാളും മോശം കാലമായിരുന്നു പരശുരാമൻ. കുറച്ചൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് രാമൻ വന്നത്. എന്നിട്ടും രാമൻ അത്ര ശരിയല്ല എൻ്റെ അച്ഛൻ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം രാമന് മുമ്പുള്ള ആളും അത്ര ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അനീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ വെട്ടിമാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. വെട്ടിമാറ്റുകയാണ് ചെയ്തത്. രാമൻ വെട്ടിമാറ്റുകയല്ല ചെയ്തത്. രാമൻ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. വ്യത്യസ്തമായ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് രാമായണത്തിൽ. ഈ ശ്രീരാമൻ ഒരു മര്യാദ പുരുഷോത്തമനായിട്ടും, പക്ഷെ അത്ര മര്യാദ പുരുഷോത്തമനായിട്ട് നമ്മൾ പരശുരാമനെ കാണില്ല. നമ്മുടെ മലയാളികളുടെ സ്വഭാവമൊക്കെ പരശുരാമന് നല്ലോണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലാണ് പരശുരാമൻ പറയുന്നത്. അപ്പോൾ മര്യാദ എന്ന് പറയുന്നത് കുറവാണ്. സമൂഹം, കുടുംബം, രാജധർമ്മം, നിയമം ഒക്കെ അയാൾക്ക് അത്ര വലിയ ബാധ്യതയുള്ള ഒരു സംഭവമൊന്നുമല്ല. കൃഷ്ണൻ ജീവിതത്തിൻ്റെ സങ്കീർണതയും പ്രശ്നങ്ങൾ കുടുംബത്തിലായി മാറി. രാമായണ കാലത്തുള്ള സംഭവം എന്ന് പറയുന്നത് രണ്ട് സമൂഹങ്ങൾ തമ്മിലാണ് അടിപിടി. അതും ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും വേറൊരു രാജ്യമാണ്. ഇന്ത്യ നല്ലതാണ്. അയോധ്യ എന്നാണ്, യുദ്ധം നടക്കാത്ത സ്ഥലമാണ്. യുദ്ധം നടക്കുന്ന, അതുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കാതെ ശ്രീലങ്കയിൽ പോയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. ഇന്നും ശ്രീലങ്ക യുദ്ധത്തിൻ്റെ കൊടുമ്പിരിയിൽ കൊള്ളുന്ന ഒരു രാജ്യമാണ്. അത്രയും യുദ്ധം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പാരമ്പര്യം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ജീവിതത്തിൻ്റെ സങ്കീർണത സമൂഹത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ്റെ കഥയിലാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ചിലപ്പോൾ ധർമ്മം അങ്ങനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ആദ്യം വീട് ശരിയാക്കണമെങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും കത്തി ഉപയോഗിച്ച് മുറിക്കേണ്ടി വരും. അപ്പോൾ കത്തി മുറിക്കുന്നത് രാക്ഷസീയമല്ലേന്ന് വെച്ചാൽ ചികിത്സിക്കുമ്പോൾ അങ്ങനെ വേണ്ടി വരും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൃഷ്ണൻ്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. രാമൻ്റെ കാലത്ത് അങ്ങനെ ഇല്ല. ആരെങ്കിലൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഒളിയമ്പൊക്കെ എഴുതിയിട്ടുണ്ട്, വേറെ രക്ഷയൊന്നും ഇല്ലാത്തപ്പോൾ അത് മാത്രം. എൻ്റെ ഒരു കവിതയുണ്ട്, ആരോ കംസ് ഫ്രം ഷാഡോ എന്ന് പറഞ്ഞിട്ട്. ഒരു ജന്മത്തിൽ ഒളിയമ്പ് എഴുതിയാൽ അടുത്ത ജന്മത്തിൽ തിരിച്ചു കിട്ടുമെന്നാണ് ആ കവിതയുടെ മൂല്യം. ഒരു ജന്മത്തിൽ ഒരു ഭാര്യയെ ഉള്ളെങ്കിൽ അടുത്ത ജന്മത്തിൽ കുറേ ഭാര്യമാരെ കിട്ടും. ഒരു ജന്മത്തിൽ യങ്ങർ ബ്രദർ വല്ലാണ്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടാവും. കാരണം വീട് വിട്ട് പോകേണ്ടി വന്നൊക്കെ രാമൻ്റെ ഒരു കഠിനമായിട്ടുള്ള തീരുമാനം കൊണ്ടാണ്. അതിലനുഭവിച്ചിട്ടുള്ളത് ലക്ഷ്മണനാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മൂത്ത ജ്യേഷ്ഠനായി ബലരാമനായി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ തോണ്ടിക്കൊണ്ടേയിരിക്കും. അത് പതിവാണ്. നമ്മൾ ഒരു ജന്മത്തിൽ കിട്ടിയ അടുത്ത ജന്മത്തിൽ അത് തിരിച്ചു കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങളായിട്ട് കാണും. അധർമ്മത്തിൻ്റെ സമ്പൂർണമായ നാശം എന്ന് നമുക്ക് കൽക്കിയിൽ പറയാൻ സാധിക്കില്ല. കലൗ കർത്തയുഗം കർമ്മ സദായ കർത്തുമിശ്ചതി സ്വാമിദ്രോഹി ഇതം മത്വ ഇതരാം ബാധതേ കലി എന്നാണ്. കലികാലത്തിൽ നല്ല മനുഷ്യന്മാർക്കൊക്കെ കുറേ മുട്ടും വിഷമവും ഒക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലവരാവാൻ ആളില്ലാത്തൊരു അവസ്ഥ വരണം എന്നാണ് കലിയുടെ താല്പര്യമെന്നാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ട് കിട്ടുവാണെങ്കിലും നല്ല ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ, അതിന് നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൂ. അത് നല്ലപോലെ നമ്മൾ ഭക്തി പിടിവിടാതെ കൂട്ടുന്ന ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ അത് സാധിക്കുള്ളൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ കൂടിക്കൂടി വരും. സത്യയുഗത്തിൽ നിന്ന്, ത്രേതായുഗത്തിൽ നിന്ന്, ദ്വാപരയുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒക്കെ മാറിയിട്ട് ഇപ്പം അവനവൻ്റെ ഉള്ളിലാണ്. ഇത് വേണോ, ഇത് ചെയ്യണോ, ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ, എന്നെക്കുറിച്ച് എന്താ മറ്റുള്ളവർ വിചാരിക്കുക, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ വന്ന് കുടുംബം നന്നാക്കിയിട്ടും കാര്യമൊന്നുമില്ല. കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ഭക്തി ഉണ്ടാവും, മറ്റേയാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അടിപിടി അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവുന്നതാണ്. അത് കൃഷ്ണനും നന്നാക്കാൻ പറ്റില്ല, രാമന് തീരെ പറ്റില്ല. കാരണം സമൂഹത്തിലൊന്നല്ല പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇതിനേക്കാളും നമ്മളെക്കാളും കഷ്ടത അനുഭവിച്ചവരുണ്ട്, അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അവർ കുടുംബത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിലൊരു ആധ്യാത്മികമായ ഭാവാത്മകമായ അർത്ഥം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് ഒരു ചരിത്രകാരന് സാധിക്കുന്നതല്ല. ആത്മീയമായ ചിന്തകൾ ഭക്തിപൂർവം നമ്മളിലെത്തുമ്പോഴേ സാധിക്കുള്ളൂ. അപ്പോൾ അജ്ഞാനമായ അറിവില്ലാത്ത സമുദ്രത്തിൽ നിന്ന് ജ്ഞാനമുള്ള സ്ഥലത്തേക്ക് നീന്തിപ്പോവാൻ പറ്റുന്ന മത്സ്യം സ്വന്തമായിട്ട് അകത്തേക്ക് ഒരു സ്ഥിരമായിരുന്ന് മൂവ് ചെയ്യാതെ പോകുന്ന ഒരു കൂർമ്മം, വളരെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നത്, ഒരു അധപ്പതിച്ച മനസ്സിൻ്റെ ധർമ്മത്തെ ഉയർത്താൻ സാധിക്കാത്ത തരത്തിലൊക്കെ ജീവിക്കുന്ന, വേണമെങ്കിൽ ഒരു വരാഹം, ഉള്ളിലെ ആസുരികത നശിപ്പിക്കാൻ സാധിക്കാതെ സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുള്ള നരസിംഹം, വിനയം എന്ന് പറയുന്നത് ആത്മീയമായ യാത്രയുടെ തുടക്കമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വാമനൻ, അഹങ്കാരം എന്ന് പറയുന്നത് അധർമ്മത്തെ വെട്ടിമാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അഹങ്കാരം എന്നുള്ളത് അവനവന് വേണ്ടിയിട്ടല്ല, അധർമ്മം എവിടെ കാണുന്നുണ്ടോ അതിനെ വെട്ടിമാറ്റാൻ ഉപയോഗിക്കേണ്ട ക്ഷത്രിയ ആസുരികമായ കഴിവാണ് പരശുരാമനിൽ കൊടുത്തിരിക്കുന്നത്. അത് മര്യാദയും ധർമ്മത്തോടും കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഉപയുക്തമാകുന്ന, ഇതിലൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ശ്രീരാമനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരുടെ കഥ പറയുന്നതിനേക്കാളും കൂടുതൽ ശ്രീരാമൻ്റെ കഥ നമ്മൾ പറയുന്നത്. അത് പറയുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ നമ്മളെ എതിർക്കുകയാണെങ്കിൽ കൃഷ്ണൻ്റെ ചില ബുദ്ധി നല്ലപോലെ, കുബുദ്ധി എന്നാണ് പറയേണ്ടത്, പക്ഷെ ബുദ്ധി എന്ന് പറയാം, ബുദ്ധി നല്ലപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അജ്ഞാനത്തിൻ്റെ പൂർണ്ണമായ നാശത്തിൽ നിന്നും പുറത്തു വരാനും ബോധവും പൂർണ്ണമായിട്ടുള്ള അറിവും നേടാനും സാധിക്കും. അതുകൊണ്ട് ആധ്യാത്മികമായ ഗുരുക്കന്മാർ ആഴമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു തരും. അതിനെന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് യാത്രയിലേക്കാണ് പോകേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത്, ഇതിഹാസങ്ങളാണോ, പുരാണങ്ങളാണോ, ചരിത്ര കഥകളാണോ, അല്ല ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട ജീവിത ദർശനം നൽകാൻ സാധിക്കുന്ന, ഇന്നത്തെ യുഗവുമായി, ഇന്നത്തെ എഡ്യൂക്കേഷനുമായി, ഇന്നത്തെ ലോകവുമായി നമ്മളെ ബന്ധപ്പെടുത്താനാണോ, അതിനെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അത് ഓരോ കാലത്തും മാറും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൂടുതൽ ഇൻ്റർപ്രറ്റേഷനും ഇത്രയും കൂടുതൽ രാമായണവും ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, ഒന്ന് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ ഭാവങ്ങളിൽ, വ്യത്യസ്തമായ തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പറയുന്ന ഒരു ഇൻ്റർപ്രറ്റേഷനായിട്ട് വേണം ഓരോ പ്രഭാഷണങ്ങളും ഓരോ വേദികളും കാണാൻ നമുക്ക് സാധിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് രാമായണം അക്ഷരം തെറ്റുകൂടാതെ ഇത്രാമത്തെ ലൈനാണ്, ഇന്ന ശ്ലോകമാണ് എന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് എന്തിനാണിത്, എന്താണ് ഇതിൻ്റെ കഥ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ആ ആഗ്രഹം ഉണ്ടായി കുറേ വർഷങ്ങൾ മുമ്പ്. അത് ഹൈദരാബാദിൽ ഇരിക്കുന്ന സമയത്താണ് രാമായണത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ മേടിച്ച് ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് രാമധർമ്മ പ്രചാരക സമിതി എന്ന് പറഞ്ഞത് ഒരു 10-26 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ തുടങ്ങിയത്. അത് വളരെ ഗംഭീരമായിട്ട് ഇപ്പം ഞാനില്ല അതിനകത്ത്, ബാക്കിയുള്ളവരൊക്കെയാണ് നടത്തുന്നത്. ഞാൻ അതിനകത്ത് പോകാറേ ഇല്ല, കാണാറുമില്ല. പക്ഷേ അത് നമ്മൾ ഒരു കാലത്ത് ചെയ്യുന്ന ചെറിയൊരു കർമ്മം എവിടെയെങ്കിലൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഇടുമ്പോഴാണ്, നമുക്കതിൻ്റെ ഓർമ്മ മുമ്പിൽ വരുമ്പോഴാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷം, എനിക്കൊന്ന് 18 വർഷത്തിന് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് ഫിജിയിലൊരു രാമായണ കോൺഫറൻസിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്നെ എങ്ങനെ കണ്ടെത്തിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളല്ലേ രാമധർമ്മ പ്രചാരക സമിതി തുടങ്ങിയത്. അപ്പോൾ ഞാൻ തന്നെ മറന്നുപോയൊരു കഥയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ താഴ്ന്നു ഉള്ളിലേക്ക് പോയിട്ടുള്ള മൂല്യങ്ങൾ ചെളിയിൽ പോകുന്ന സമയത്ത് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ നമ്മൾ വിളിക്കും.
ആ അറിവാണ് നമ്മുടെ വരാഹം എന്ന് പറയുന്നത് ഭൂമിയിൽ ചെളിയിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാണേണ്ടത്. നമ്മൾ തന്നെ മറന്നുപോയ നമ്മുടെ ഭൂമിക എന്ന് പറയാറില്ലേ, എൻ്റെ കർമ്മം എന്ന് പറയാറില്ലേ, അത് എവിടെ വീണ് പോയാലും ചിലപ്പോൾ അവിടെ നിന്ന് മുളച്ച് പുറത്തേക്ക് വരും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ രാമായണത്തിൻ്റെ കഥ വെച്ച് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വരാഹനെയൊക്കെ കാണുക. അപ്പോൾ ഇതിൽ എനിക്ക് തന്നെ പോണോ പോണ്ടയോ എന്നൊക്കെ സംശയം വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മീനെന്ന് പറയുന്നത് ഈ കഥകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പിന്നെ നീന്തി നീന്തി നടക്കുക എന്ന് പറയാറില്ലേ സാധാരണ, അങ്ങനെയൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ജന്മം കുറച്ചു കാലം എല്ലാ മനുഷ്യനും ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. പല കാര്യങ്ങളിലേക്കും വഴുതി പോവുക, ഒരു കാര്യമല്ല പഠിക്കുക. അങ്ങനെ വഴുതി പഠിച്ചു പോകുന്നതാണ് മത്സ്യത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. പിന്നെ കുറച്ചു കാലം നമ്മൾ ഇതൊക്കെ വിട്ടു നിൽക്കും. ഞാൻ ചെറുപ്പത്തിൽ ഭക്തിയൊക്കെ ഉണ്ടാവും, സമയമുണ്ട് 7ാം ക്ലാസ് വരെയൊക്കെ. 8, 9, 10, 11, 12 ആകുമ്പോൾ കുറച്ചും കൂടി സിലബസ് കൂടുമ്പോൾ കൂർമാവതാരമായിരിക്കും. അതൊക്കെ വിട്ടിട്ട് പിന്നെ അതിനെയൊക്കെ മൂടി വെക്കും. അങ്ങനെയൊക്കെയാണ് പറ്റുക. ഞാൻ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ മക്കളും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും എനിക്ക് ചുറ്റുമുള്ള എനിക്ക് അറിയപ്പെടുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതാണോ സംസ്കൃതം എന്ന് ചോദിച്ചാൽ സംസ്കൃതമല്ല, അതല്ല എനിക്ക്, എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ പറയാറ്. അപ്പോൾ ധർമ്മത്തെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതിന് ചിലപ്പം നമ്മൾ നരസിംഹൻ്റെ അവതാരം എടുക്കേണ്ടി വരും. ആ ധൈര്യം നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോഴാണ് കിട്ടുക. അപ്പോൾ ആ കാലം ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ധൈര്യം വരും, ജീവിച്ച് കുറച്ച് നമ്മുടെ വിശ്വാസങ്ങളിൽ നമുക്കൊരു ഒരു ഒരു അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, ഉള്ളിലൊരു ധൈര്യം ഉണ്ടാവും. അതാണ് നരസിംഹം എന്ന് പറയുന്നത്. അത് അഹങ്കാരമായിട്ട് കരുതാൻ വേണമെങ്കിൽ ശക്തിയായിട്ട് കരുതാം. അഹങ്കാരവും ശക്തിയൊക്കെയാണ് എനിക്ക് പ്രഭാഷണം തരുന്നതെന്ന് ഞാൻ പറയാം. അറിവുള്ളത് കൊണ്ടൊന്നുമല്ല, ഈ കാട്ടിൽ നിരിക്കുള്ള അറിവ് മാത്രമേ ഉള്ളൂ. മുമ്പിൽ എന്താണെന്ന് അറിയില്ല, അവിടെ എത്തുമ്പോൾ കാണാമെന്നുള്ള ധൈര്യത്തിലാണ് പോവുക. വാമനാവതാരം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടുള്ള ഈ കുറേ കൂടി പഠിച്ചു വരുമ്പോഴാണ് അറിയാം ഞാൻ വളരെ ചെറുതാണ്, ഇതിന് കുറേ ഉണ്ട്, എല്ലാം കമ്പാരിറ്റീവ് ആണല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ചെറുതായിട്ട് വേണം. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സമയത്ത് വിചാരിച്ചു എനിക്ക് ദേവി ഭാഗവതം അറിയാമെന്നൊക്കെ. ഒരു 45-50 വയസ്സാകുമ്പോഴാണ് ഈ പഠിച്ചതൊക്കെ തെറ്റാന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായി പോകും. അപ്പോൾ അഹങ്കാരത്തെക്കാൾ കൂടുതൽ നമ്മളെ വിനയമാണ് നമ്മളെ വലുതാക്കുക എന്ന് മനസ്സിലാക്കുന്ന ഒരു രൂപം. ആ രൂപമാണ് വാമനാവതാരം. ഞാൻ ആദ്യം പറഞ്ഞത് സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും കഥയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചെറുതായി തുടങ്ങി രണ്ടാമതും പഠിച്ചു തുടങ്ങണം, രണ്ടാമതും വായിച്ചു തുടങ്ങണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വളരാം. ആരെപ്പോലെ വളരാം? കുറച്ച് അഹങ്കാരമൊക്കെ അപ്പോൾ പിന്നെയും വരും. അതാണ് പരശുരാമന് വരുന്ന അഹങ്കാരം. പക്ഷെ നരസിംഹൻ്റെ അവതാരത്തിലുണ്ടായിരുന്ന അഹങ്കാരമല്ല പരശുരാമൻ്റെ കാലത്തുള്ളത്. അത് ബ്ലൈൻഡാണ്, കാട്ടിലുള്ള അഹങ്കാരമാണ്. ഇത് നാട്ടിലുള്ള അഹങ്കാരമാണ്. അപ്പം അകത്തെ അനീതിയെ വെട്ടിമാറ്റി നമുക്ക് കോടാലികൾ ഉപയോഗിച്ചിട്ട് തന്നെ വേണ്ടി വരും. കോപം വേണം, അസൂയ വേണം, ദുശ്ശീലങ്ങൾ വേണം, അഹങ്കാരം വേണം, ബാക്കിയുള്ളവരെ അടിച്ച് തെറിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വെട്ടിമാറ്റാൻ സാധിക്കുന്ന, അപ്പോൾ ആദ്യം ജയിക്കാൻ ദൗർബല്യമാണ് വേണ്ടതെങ്കിൽ പിന്നെ ജയിക്കാൻ വേണ്ടത് ചെറിയ ശത്രുക്കളല്ല. എന്നോട് സഹതാപം തോന്നുന്നവരാണെങ്കിലേ എനിക്ക് അങ്ങനെയൊക്കെ കാര്യമുണ്ട്. എനിക്കൊണ്ട് സഹതാപം തോന്നാത്ത യഥാർത്ഥ ശത്രുക്കളൊക്കെ എനിക്കുണ്ടെങ്കിൽ അവരെയൊക്കെ വെട്ടിമാറ്റേണ്ടി വരും. അത് ദൗർബല്യം കാണിച്ചിട്ടോ വിനയം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ എല്ലാ ഭാരതീയ സങ്കല്പത്തിലും നമുക്ക് കാണാൻ പറ്റും. അഗ്രതശ്ചതുരോപായത പൃഷ്ഠജശരം ധനുർ എന്നാണ്. മുന്നിൽ വേദങ്ങൾ വെച്ചിട്ടുള്ള കൈവച്ചിട്ടുള്ള ആശീർവാദം കൊടുക്കുന്ന ഭഗവാന്മാരുടെയൊക്കെ പിന്നിൽ ആയുധങ്ങളുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാച്ചിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞതുപോലെ പരശുരാമൻ ആ ആയുധം മുന്നിലെടുത്തിട്ടുള്ള പരശുരാമൻ ആയുധമാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. ആശീർവാദം കൊടുക്കുന്നതൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാവമാണ് നമ്മൾ പൂർണ്ണതയിലെത്തുക. ആ പൂർണ്ണതയിലെത്തുന്നൊരു സ്വഭാവം നമ്മൾ കാണിക്കുന്നതാണ് ശ്രീരാമൻ്റെത്. അപ്പോൾ ധർമ്മസങ്കല്പം മാറും. നമ്മൾ അവിടെയും പഴയ സ്വഭാവത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ എടുക്കേണ്ടി വരും. എനിക്ക് ഉപദ്രവിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം കാണിക്കാനോ എൻ്റെ വികാരങ്ങൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ വികാരം മാറ്റി എനിക്ക് സാഹചര്യം കണ്ടുപിടിക്കാനോ എൻ്റെ കടമകളെക്കുറിച്ച് എനിക്കുള്ള ബാധ്യതയോ ബോധമോ ഒന്നുമല്ല. എൻ്റെ ഒരു കുടുംബ ബാധ്യതയാണ് രാമനെ രാമനാക്കി മാറ്റിയത്. സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സത്യനിഷ്ഠ എന്ന് പറയുന്നൊരു സംഭവം, നേതൃത്വം, പക്ഷെ അതേ സമയത്ത് കരുണയും ഒക്കെ ഉണ്ട്. അപ്പോൾ ധർമ്മം എപ്പോഴും എളുപ്പമല്ല, അത് ശാശ്വതവുമല്ല. അതിൽ ചിലപ്പോൾ നമ്മൾ രാവണന്മാരെയൊക്കെ കൊല്ലേണ്ടി വരും. നമ്മളെക്കാളും കരുത്തുള്ളവരെ ഉറക്കിക്കിടത്തേണ്ടവരെ ഉറക്കിക്കിടത്തണം, ഉണർത്തേണ്ടവരെ ഉണർത്തണം. മറ്റേ ഭാഗത്ത് നിന്ന് ആരെങ്കിലൊക്കെ എൻ്റെ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെ മാറ്റി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണൻ്റെ കഥ വരുമ്പോൾ നമ്മൾ മനസ്സിലാവും
ഒരു സമഗ്രമായ അറിവ്. രാമൻ്റെ നിയമമൊന്നും ഇവിടെ നടക്കില്ല. നിയമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകവും കൂടി വേണം. വിവേചന ബുദ്ധിയോടുകൂടി എവിടെ ആരോട് എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ചെയ്യണം എന്നൊക്കെ കൃത്യമായി അറിഞ്ഞ് കള്ളത്തരം പറയേണ്ടടുത്ത് അത് പറയണം, കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കാവൂ, മിണ്ടാണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതാണ് പക്വത എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം അത്ര കറുപ്പുമല്ല വെളുപ്പുമല്ല, അതിനിടയിലുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ പറയാറുണ്ട് കറുപ്പും വെളുപ്പും എന്നല്ല, അത് രണ്ടും തിരിച്ചറിഞ്ഞ് അതിനിടയിൽ ചിലപ്പം വിവേകത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നമുക്ക് ബുദ്ധൻ്റെ കഥ പറയാൻ വയ്യ, കൽക്കിയുടെ കാര്യം നമുക്കറിയില്ല, വരുന്നിടത്ത് വരുത്ത് കാണാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതാണ് മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്കി. ഇടയിൽ ബുദ്ധൻ്റെ പറയും. ഈ അവിടേക്ക് എങ്ങനെയാണ്? ബുദ്ധനാണെങ്കിൽ കരുണയാണ്. ന്യായം എന്ന് പറയുന്നത് നമ്മൾ സ്വയം തീരുമാനിക്കുന്ന നവീകരിക്കപ്പെടുന്ന ചിന്തകൾ വേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലായിടത്തും എല്ലാവരെയും ഒരേപോലെ നോക്കിക്കാണാൻ സാധിക്കാത്ത അവസ്ഥ. കൃഷ്ണന് ജ്ഞാനമാണ്, രാമന് ധർമ്മമാണ്, പരശുരാമന് വെട്ടിമുറിക്കുക എന്നൊക്കെയുള്ള ഒരു ശീലമാണ്, വാമനന് വിനയമാണ്, നരസിംഹന് ഭയം അല്ലെങ്കിൽ ഭയത്തിൽ നിന്നുണ്ടാവുന്ന ധൈര്യമാണ്. സ്വയം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വരാഹമായിട്ട് നമുക്ക് മാറാൻ പറ്റും. കൂർമ്മം എന്ന് പറയുന്നത് എവിടെ എന്തിനെ മറച്ചു വെക്കണോ, എന്തിനെ പുറത്തു കൊണ്ടുവരണോ എന്നൊക്കെ അറിയുന്ന ഒരവസ്ഥ. തല മാത്രം പുറത്തു കൊണ്ടുവന്നാൽ മതി, ശരീരം ഉള്ളിലുണ്ടായാലും. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക. മത്സ്യം എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് അതിന് എയർ കിട്ടുക, എവിടെയാണ് ജ്ഞാനം കിട്ടുക, എവിടെയാണ് അറിവ് കിട്ടുക എന്ന് തപ്പി നോക്കുന്നതാണ്. ഇത്തരം ചിന്തകൾ നമുക്കുണ്ടാവാൻ സാധിച്ചാൽ നമ്മൾ പറയുന്ന മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെ ജീവിത മര്യാദകളുടെ മാതൃകയായി, ഉത്തമ പുരുഷനായി, ഉത്തമ മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതൊക്കെ പറഞ്ഞു തന്ന, അയോധ്യയിലെ യുദ്ധമില്ലാത്ത സ്ഥലത്ത് രാജാവായിട്ട് 14 വർഷം അവിടെ നിന്നും മാറി നിന്ന് അത് ന്യായമല്ല, ധർമ്മമല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. ഭാരതത്തിൻ്റെ വടക്ക് മുതൽ തെക്കോടം യാത്ര ചെയ്ത് നമുക്കൊന്നും ആലോചിക്കാനേ പറ്റില്ല ഇങ്ങനൊരു മനുഷ്യൻ നടക്കുമെന്നൊക്കെ. അപ്പം അങ്ങനെ നടന്നു പോയി, ലങ്കയിൽ പോയി, ഇതിനൊക്കെ ചെയ്യുന്ന എവിടെയൊക്കെ അമ്പ് ചെയ്യണോ അവിടെയൊക്കെ അമ്പ് ചെയ്തു, എവിടെയൊക്കെ സന്മനസ് കാണിക്കണോ അവിടെയൊക്കെ സന്മനസ് കാണിച്ചു. ഏതൊക്കെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ, അത് ലക്ഷ്മണൻ എന്ന സഹോദരൻ്റെയും സീത എന്ന ഭാര്യയുടെയും, സീതയിലൊക്കെ കുറച്ചൊക്കെ രാക്ഷസീയതയും ഒക്കെ താമസികതയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിനിടയിൽ സാത്വികമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ജീവിച്ച് കാണിക്കുക. എന്ത് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ പോലെ ഒരു ലീലാപുരുഷോത്തമനല്ല, ധർമ്മപുരുഷോത്തമനാണ്. കൃഷ്ണനെ വേണമെങ്കിൽ നമ്മൾ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ ലീലാപുരുഷോത്തമൻ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം രഹസ്യങ്ങളൊക്കെ ഉണ്ട്. രഹസ്യങ്ങളൊന്നും ഇല്ലാതെ രാമൻ അത്യാവശ്യമായിട്ട് വല്ലതും അങ്ങനെ രഹസ്യങ്ങൾ വേണമെന്ന് തോന്നുമ്പോൾ അത് ലക്ഷ്മണനെ ഏൽപ്പിക്കുക ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൂട്ടുകെട്ടും ആവശ്യവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ഏകദേശം 17,28,000 വർഷങ്ങൾ പഴക്കമുള്ള കഥയാണെന്ന് ഓർക്കണം. ഒരു 12,96,000 വർഷമാണ് ത്രേതായുഗം, 8,64,000 വർഷമാണ് ദ്വാപരയുഗം, 4,32,000 വർഷമാണ്. എളുപ്പമാണ്, 4,32,000 ഇരട്ടിയാണ് ദ്വാപരയുഗം. അപ്പോൾ 8,64,000, 3 ഇരട്ടിയാണ്, 3 മടങ്ങാണ് 12,96,000. അവിടെ നിന്ന് 4 ഇരട്ടിയാണ് 17,28,000 എന്ന് പറയുന്നത്. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 10 മടങ്ങ് കലിയുഗത്തിൻ്റെ കാലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് കലിയുഗയെ പ്രഥമപാതി എന്നാണ്. പ്രഥമപാദത്തിൽ 5000 ചില്ലറ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, 5200-300 വർഷത്തിൻ്റെ. അപ്പോൾ സത്യയുഗത്തിലെ 4 ഭാഗങ്ങളും, ത്രേതായുഗത്തിലെ 3 ഭാഗവും, ദ്വാപരയുഗത്തിലെ 2 ഭാഗവും, കലിയുഗത്തിലെ 1 ഭാഗവും, ഭഗവാന്മാരുടെയൊക്കെ കഥകൾ ഇങ്ങനെ കോർത്തിണക്കി നമുക്ക് തന്നിട്ടുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള ദ്രഷ്ടാക്കൾ എന്നാണ് പറയാം. ആ ദ്രഷ്ടാക്കൾ നമുക്ക് തന്നിട്ടുള്ളത് വലിയ കഥകളാണ്. അപ്പം നമ്മളിപ്പോൾ വായിക്കുകയും പഠിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കഥകൾ എത്ര വർഷം മുമ്പുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്,
പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ജനം ടി വിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയാണോ കിളിയെ അമ്പെയ്ത് കൊന്നു എന്ന് പറയുന്ന കഥ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്നേ പറയാം, ആണെങ്കിൽ വാത്മീകി പറഞ്ഞത് ആ കിളിക്ക് ജീവൻ കൊടുത്ത് കഥ പറയിപ്പിക്കുകയാണ് നമ്മുടെ എഴുത്തച്ഛൻ ചെയ്തത്. അത് വലിയൊരു കഥയാണ്. ഏത് വാത്മീകി കിളിയെ കൊന്നിട്ടാണ് കഥ പറയുന്നതെങ്കിൽ എഴുത്തച്ഛൻ ചെയ്തത് ആ കിളിക്ക് ജീവൻ കൊടുത്ത് ആ കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ സങ്കല്പങ്ങളല്ലേ. അപ്പോൾ ഓരോ കവിക്കും ഓരോ ചിന്തകനും അവർക്കിഷ്ടമുള്ള തരത്തിൽ ചിന്തിക്കാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കുന്ന വലിയ സംഭവങ്ങളുടെ ദൃക്സാക്ഷികളുടെ കഥയൊക്കെ ഉൾപ്പെടുത്തി പുരാണവും ഇതിഹാസവും നമ്മുടെ മുമ്പിൽ തരുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ കഥകളുമായിട്ട്, നമ്മുടെ ജീവനുമായിട്ട്, നമ്മുടെ സങ്കല്പവുമായിട്ട് ഇതിനൊക്കെ കൂട്ടിക്കലർത്തി പറയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. പോരെ? മതിയെന്ന് തോന്നുന്നു. പോരെ രാധാകൃഷ്ണൻ? എത്ര സമയമായി?